സംസ്ഥാനത്തുടനീളം വോട്ടർമാരുടെ ആവേശം വളരെ കൂടുതലാണ്. വാസ്തവത്തിൽ ഈ തെരഞ്ഞെടുപ്പ് എല്ലാവരുടെയും ശ്രദ്ധയും താല്പര്യവും ആകർഷിച്ചതായി തോന്നുന്നു. ഞങ്ങളിവിടെ ചെന്നൈ നഗരത്തിലെ ഒരു പോളിംഗ് ബൂത്തിലാണ്. പിന്നെ ഇതുപോലുള്ള ചില ക്രമീകരണങ്ങൾ പോളിംഗ് സ്റ്റേഷനുകളിൽ എത്താൻ നിറം പിന്തുടരുക എന്നതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് അവിടെയുള്ള നമ്പറുകൾ കാണാം. പിന്നെ നിങ്ങൾ തീർച്ചയായും കാണേണ്ടത് കൗണ്ടർ നമ്പറുകളാണ്. ആ നമ്പറുകൾ നിങ്ങളുടെ സെൻട്രൽ നമ്പർ എന്തായിരിക്കാം എന്നതിനെ കുറിച്ച് അവിടെ നൽകിയിട്ടുണ്ട്. നിറങ്ങൾ വ്യതിരിക്തമാണ്. പിന്നെ നിങ്ങളുടെ പോളിംഗ് ബൂത്ത് എവിടെയാണോ അവിടേക്ക് നിങ്ങളെ നയിക്കാൻ പിങ്ക്, പച്ച, നീല നിറങ്ങളിലുള്ള പരവതാനികൾ കാണാം. അതെ, 5.67 കോടി ആളുകൾ വോട്ട് ചെയ്യാൻ പോകുന്നു. നിങ്ങളുടെ കടമ നിർവഹിച്ചു വന്നിരിക്കുന്നു. ഞാൻ ഇന്ന് വിജയകരമായി വോട്ട് ചെയ്തു. ഇന്ന് വിജയകരമായി വോട്ട് ചെയ്തു. ശരി. അപ്പോൾ ആവേശം അതുമൂലമാണ് അവർ സ്വമേധയാ വന്ന് തങ്ങളുടെ വോട്ട് രേഖപ്പെടുത്തുന്നത്. അതെ, ഇത് അങ്ങനെയല്ലാതെ വളരെ ഉയർന്ന വോട്ടിംഗ് ഇല്ലാതിരുന്ന ഒരു സംസ്ഥാനമാണ് എനിക്ക് പറയേണ്ടി വരും. തമിഴ്നാട്ടിൽ 70 മുതൽ 75 വരെയാണ്. എന്നാൽ കഴിഞ്ഞ ഏതാനും തിരഞ്ഞെടുപ്പുകളിൽ വാസ്തവത്തിൽ ചെന്നൈ കഴിഞ്ഞ 3 നിയമസഭാ ലോക്സഭാ തിരഞ്ഞെടുപ്പുകളുടെ കണക്കുകൾ പ്രകാരം 55 മുതൽ 68% വരെ മാത്രമാണ് പോൾ ചെയ്തത്. തമിഴ്നാടിന്റെ മറ്റ് ഭാഗങ്ങളിൽ തീർച്ചയായും 70 മുതൽ 79 വരെ പോൾ ചെയ്തിട്ടുണ്ടെങ്കിലും തീർച്ചയായും ഇത്തവണ അത് കൂടുതലായിരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. SIR ഒലിവാപ്പലുകളും അതുപോലെ വോട്ട് ചെയ്യുന്നതിൽ ജനങ്ങൾക്കിടയിലുള്ള വലിയ ആവേശവും കാരണം വളരെ ആവേശം നിറഞ്ഞ ഒരു പ്രചാരണമാണ് നടന്നത്. എല്ലാ പ്രധാന രാഷ്ട്രീയ പാർട്ടികളും DMK സഖ്യം, വിജയും അതുപോലെ സീമാനും അവരെല്ലാവരും വളരെ ഊർജ്ജസ്വലമായി വോട്ട് ചെയ്യുന്നു. പിന്നെ ഇത് വളരെ നല്ലൊരു പ്രചാരണമായിരുന്നു. പറയുകയാണെങ്കിൽ സംഭവ വികാസങ്ങളൊന്നും ഇല്ലാത്ത എല്ലാവരും അവർക്ക് മുന്നോട്ട് വെക്കാനുള്ള കാര്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ആരെയാണ് തെരഞ്ഞെടുക്കേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത് വോട്ടർമാരാണ്. ഇത്തവണ തീർച്ചയായും ഇതേക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. യുവ വോട്ടുകളെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്, സ്ത്രീകളുടെ വോട്ടിനെ കുറിച്ചും. തമിഴ്നാട് രസകരമെന്ന് പറയട്ടെ, ഏറ്റവും കൂടുതൽ വനിതാ വോട്ടർമാരുള്ള 2ാമത്തെ സംസ്ഥാനമാണ്. കൂടുതൽ എണ്ണം വനിതാ വോട്ടർമാരും പുരുഷന്മാരും പുരുഷ വോട്ടർമാരെക്കാൾ. കേരളം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വനിതാ വോട്ടർമാരുള്ള അങ്ങനത്തെ സംസ്ഥാനം തമിഴ്നാടാണ്. പിന്നെ ഡിണ്ടിഗൽ അല്ലെങ്കിൽ തേനി പോലുള്ള നിങ്ങൾക്കറിയാമോ പ്രത്യേക നിയോജക മണ്ഡലങ്ങളിൽ ആയിരക്കണക്കിന് വനിതാ വോട്ടർമാർ കൂടുതലുണ്ട്. ചെറുപ്പക്കാരെ, കന്നി വോട്ടറാണോ അതോ എന്താ? കന്നി വോട്ടറാണോ? അതെ, ഞാൻ ആദ്യമായിട്ടാണ്. പിന്നെ ആവേശം? ഇവൻ എന്റെ സുഹൃത്താണ്. അതെ, കന്നി വോട്ടറാണ്. ശരി. എന്തൊക്കെയാണ് ചിന്തകൾ? നിങ്ങളുടേതായി വോട്ട് ചെയ്യുമ്പോൾ ചിന്തിക്കുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണ്? വിദ്യാഭ്യാസവും ആരോഗ്യ പരിപാലനവും മാത്രമാണ് പ്രധാനം. രാഷ്ട്രീയ പാർട്ടികൾ നിങ്ങളുടെ ആശങ്കകൾ പരിഗണിക്കുന്നുണ്ടോ? ആരുമില്ല. എല്ലാവരും സൗജന്യം എന്ന് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ആരും ഈ കാര്യങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നില്ല. സൗജന്യം എല്ലാവരും സൗജന്യം വാങ്ങുന്നുമുണ്ട്. എന്ത് ചെയ്യാൻ? വോട്ട് ചെയ്യാനുള്ള ഉത്സാഹം. ഒരു മിനിറ്റ്. അതെ, തീർച്ചയായും. എന്താണ് നിങ്ങളുടെ ചിന്തകൾ എന്തൊക്കെയാണ്? നിങ്ങളുടെ ആശങ്കകൾ എന്തൊക്കെയാണ്? ഇത്തവണ വലിയ പ്രചാരണമാണല്ലേ? അതെ, തീർച്ചയായും ഇത് വലിയ പ്രചാരണമാണ്. യഥാർത്ഥത്തിൽ എൻ്റെ ആവേശം ഇനി സൗജന്യങ്ങൾ വേണ്ട എന്നതിലേക്ക് എത്തുകയാണ്. അതുകൊണ്ട് ആരാണോ സൗജന്യം നൽകാത്തത് അവർക്കാണ് ഞങ്ങൾ വോട്ട് ചെയ്യുക. ശരി. അപ്പോൾ എല്ലാവരും വലിയ സംഖ്യയിൽ എത്തുന്നുണ്ട്. കൂടാതെ പോളിംഗ് ശതമാനം സാധാരണയിലും വളരെ കൂടുതലായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതല്ലെങ്കിൽ പോലും ഞാൻ സൂചിപ്പിച്ചതുപോലെ SIR കാരണവും അത് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ വോട്ടർമാരുടെ ആവേശം കാരണവും ആകുമെന്ന് പ്രതീക്ഷിക്കുന്നു. വാസ്തവത്തിൽ വലിയ ക്യൂകളെക്കുറിച്ചും ഹൈവേകളിലെ ഗതാഗത കുരുക്കുകളെക്കുറിച്ചും മറ്റ് രാജ്യങ്ങളിൽ നിന്നും മറ്റ് നഗരങ്ങളിൽ നിന്നും മറ്റ് പ്രദേശങ്ങളിൽ നിന്നും ആളുകൾ അവരുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കാൻ വരുന്നതിനെക്കുറിച്ചും ഞങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയായിരുന്നു. ചെന്നൈയിൽ നിന്ന് ക്യാമറ പേഴ്സൺ പോൾ രാജിനൊപ്പം ഡീകോഡറിനായി ഉമാ സുധി.